ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XASD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 12 PM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. ഇന്ന് ഓഗസ്റ്റ് 18th ആണ്. അപ്പോൾ ഓരോ സമയം മാറുന്നതിനനുസരിച്ച് മാർക്കറ്റിന്റെ ട്രെൻഡ് അതുപോലെ തന്നെ ഡയറക്ഷൻസ് ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഇത്രയും നേരത്തെ ഒരു മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ട്രേഡ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു 2 വീക്സ് ആയിട്ട് നമുക്ക് ബൈ ട്രെൻഡ് ആണ് ഓവറോൾ ഗോൾഡിന്റെ മാർക്കറ്റ് ട്രെൻഡ്. പക്ഷെ നമുക്ക് സെല്ലും ബൈയും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഡേ ടൈം ഓൾമോസ്റ്റ് നമുക്ക് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയതുകൊണ്ട് സെല്ലും ബൈയും ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് 4436 വരെയാണ് മാർക്കറ്റ് മുകളിൽ എത്തിയിട്ടുള്ളത്, അതായത് അപ് ട്രെൻഡിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് വലിയൊരു റിജക്ഷൻ ആണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 4386-85 ലെവൽ വരെയാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ടുള്ളത്. അപ്പൊ വളരെ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4380 മുതൽ അതുപോലെ തന്നെ 4392 റേഞ്ച് വരെയൊക്കെയുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ്. പക്ഷെ 4392 ഒക്കെ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പം നിലവിൽ ഒരു സൈഡ് വേസ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4422 മുതൽ 4436 റേഞ്ച് വരെയാണ് നിലവിലത്തെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റേഞ്ചിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ബൈ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സെൽ എടുക്കുന്നതും ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം എടുക്കുക. കാരണം മാർക്കറ്റിന്റെ മൂവ്മെന്റും അതുപോലെ തന്നെ പെർഫെക്റ്റ് കൺഫർമേഷനും കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ്സ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 4436 ബ്രേക്ക് ചെയ്താൽ വീണ്ടും 4442, 4448, 4450 റേഞ്ചുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. ബൈ ട്രെൻഡിൽ ആയതുകൊണ്ട് തന്നെ കൂടുതലും ബൈയിലേക്കുള്ള മൂവ്മെന്റ്സുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 4377 ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് 4368, 4357 ലെവലുകളിലേക്കൊക്കെ ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഈ രീതിയിലാണ് നിലവിലത്തെ ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് കാര്യങ്ങൾ. അപ്പൊ ട്രേഡ്സ് എടുക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം കെയർഫുള്ളി മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.